ഹലോ എവരി വൺ, വെൽക്കം ടു ഫ്രീ പീരിയഡ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ജേർണലിസം മൈനർ കോഴ്സ് ആയിട്ടുള്ള റേഡിയോ ആൻഡ് ടെലിവിഷൻ എന്ന് പറയുന്ന ഭാഗത്തിലെ മൊഡ്യൂൾ 4 പാർട്ട് 2 ആണ്. ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പോഡ്കാസ്റ്റിംഗ് ആൻഡ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് ആൻഡ് ടൂൾസ് എന്ന് പറയുന്ന ഭാഗമാണ്. അതായത് നമ്മുടെ ഡിജിറ്റൽ മീഡിയ കൺസപ്ഷൻ കൂടിയപ്പോൾ, അതായത് നമ്മൾ ഡിജിറ്റൽ മീഡിയാസ് ഒക്കെ ഉപയോഗം കൂടി കഴിഞ്ഞതിന് ശേഷം പോഡ്കാസ്റ്റിംഗും സ്ട്രീമിംഗ് എന്തായി പോപ്പുലർ ആവാൻ തുടങ്ങി. കണ്ടന്റുകൾ ഷെയർ ചെയ്യുന്നതിന്, അതായത് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഓഡിയൻസിലോട്ട് ഓരോ കണ്ടന്റുകൾ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ട്രീമിങ്ങുകളും പോഡ്കാസ്റ്റുകളും എന്ത് ചെയ്യാൻ തുടങ്ങി, പോപ്പുലർ ആവാൻ തുടങ്ങി. അതിനാദ്യമായിട്ട് നമ്മൾ പോഡ്കാസ്റ്റിംഗ് എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത്. പോഡ്കാസ്റ്റിംഗ് ഈസ് ആൻ ഓഡിയോ ബേസ്ഡ് പ്ലാറ്റ്ഫോം ദാറ്റ് അലോസ് ക്രിയേറ്റർ ടു ഷെയർ ഇൻഫർമേഷൻ, എന്റർടൈൻമെന്റ് ആൻഡ് ഡിസ്കഷൻ ഇൻ എപ്പിസോഡ്സ്. പോഡ്കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഡിയോ ബേസ്ഡ് പ്ലാറ്റ്ഫോം ആണ്, അതായത് ഓഡിയോസ് ആണ് സെൻഡ് ചെയ്യപ്പെടുന്നത്. ഇത് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് അവിടെ ഇൻഫർമേഷൻസ്, എന്റർടൈൻമെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഡിസ്കഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പിസോഡ് വഴി ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ കഴിയുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, പോഡ്കാസ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ സ്ട്രീമിംഗ് എന്നുള്ളതാണ്. സ്ട്രീമിംഗ് റെഫേഴ്സ് ടു ഡെലിവറിംഗ് ഓഡിയോ ആൻഡ് വീഡിയോ കോണ്ടന്റ് ഓൺലൈൻ ഇൻ റിയൽ ടൈം ഓർ ഓൺ ഡിമാൻഡ്. അതായത് സ്ട്രീമിംഗ് എന്ന് പറയുന്നത് ഒരു ഓഡിയോ ആൻഡ് വീഡിയോ കോണ്ടന്റുകൾ ഓൺലൈനായിട്ട് റിയൽ ടൈം, അതായത് ലൈവ് ആയിട്ടോ അല്ലെങ്കിൽ ഓൺ ഡിമാൻഡ്, അതായത് പ്രത്യേക ഡ്യൂറേഷൻസിനനുസരിച്ചോ ആളുകളുടെ ഇടയിലോട്ട് എത്തിക്കുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, സ്ട്രീമിംഗ് എന്ന് വിളിക്കാറുള്ളത്. ഓക്കെ, ഇനി വൈ പോഡ്കാസ്റ്റിംഗ് ആൻഡ് സ്ട്രീമിംഗ് ആർ പോപ്പുലർ. എന്തുകൊണ്ടാണ് പോഡ്കാസ്റ്റിംഗും സ്ട്രീമിങ്ങും വളരെ പോപ്പുലർ ആവാനുള്ള കാരണം എന്നുള്ളതാണ്. ഒന്നാമത്തത് ഓൺ ഡിമാൻഡ് കണ്ടന്റ് ആണ്. ഓൺ ഡിമാൻഡ് കോണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസണേഴ്സ് അല്ലെങ്കിൽ വ്യൂവേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാ സമയത്തും അല്ലെങ്കിൽ ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ കണ്ടന്റുകൾ ആക്സസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അവരുടെ കണ്ടന്റുകൾ ഉപയോഗിക്കാനുള്ള അനുവാദമുണ്ട്. അതാണ് ഓൺ ഡിമാൻഡ് കോണ്ടന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ലോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ളതാണ്. അതായത് ഒരു പ്രൊഡക്ഷൻ നടത്തുന്നതിന്, അതായത് ഒരു പ്രൊഡക്ഷൻ നമ്മൾ തയ്യാറാക്കുന്നതിന് അതിന് മിനിമൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ മാത്രം മതി. വളരെ കുറഞ്ഞ എക്യുപ്മെന്റ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു പോഡ്കാസ്റ്റിംഗ് സ്ട്രീമിംഗ് നടത്താൻ പറ്റും. മൂന്നാമത്തെ ഗ്ലോബൽ റീച്ച് ആണ്. അതായത് വേൾഡ് വൈഡ് ആയിട്ട് പീപ്പിൾസിനെ ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഒന്നായിരിക്കും ഗ്ലോബൽ റീച്ച് അല്ലെങ്കിൽ പോഡ്കാസ്റ്റിംഗ് സ്ട്രീമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഡൈവേഴ്സ് ടോപ്പിക് ആണ്. നമുക്ക് ഏത് ടോപ്പിക്കിനെ കുറിച്ച് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഡിസ്കഷൻ ചെയ്യാം. ലൈക്ക് എഡ്യൂക്കേഷൻ, എന്റർടൈൻമെന്റ്, ന്യൂസ് ആൻഡ് എനിത്തിങ്, എല്ലാ കാര്യങ്ങളെ കുറിച്ചും നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് സ്ട്രീമിങ്ങും പോഡ്കാസ്റ്റുകളും വളരെ പോപ്പുലർ ആവാനുള്ള കാരണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് പോപ്പുലർ പോഡ്കാസ്റ്റിംഗ് ആൻഡ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സ്പോട്ടിഫൈ ആണ്. ഇത് ലാർജസ്റ്റ് ആയിട്ടുള്ള പോഡ്കാസ്റ്റിന്റെ പ്ലാറ്റ്ഫോം ആണ്. അതുപോലെ തന്നെ ഫ്രീ ആയിട്ടും പെയ്ഡ് ആയിട്ടുള്ള കോണ്ടന്റുകൾ ഉണ്ട്. രണ്ടാമത്തെ ഗൂഗിൾ പോഡ്കാസ്റ്റ് ആണ്. ഇത് ഗൂഗിൾ എന്ന് പറയുന്ന ആപ്ലിക്കേഷന്റെ ഫ്രീ ആയിട്ടുള്ള പോഡ്കാസ്റ്റ് ആപ്പ് ആണ്. അതുപോലെ തന്നെ സെർച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്തത് ഓഡിയോബിൾ എന്ന് പറയുന്നതാണ്. ഓഡിയോ ബുക്സുകൾ അതുപോലെ തന്നെ പോഡ്കാസ്റ്റുകളൊക്കെ അവൈലബിൾ ആവുന്ന ആമസോണിന്റെ പ്ലാറ്റ്ഫോം ആണ്. പ്രീമിയം കണ്ടന്റുകളാണ് കൂടുതലായിട്ടുള്ളത്. ആപ്പിൾ പോഡ്കാസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ആപ്പിൾ പോഡ്കാസ്റ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് പ്ലാറ്റ്ഫോം ആണ്. iOS ഡിവൈസിൽ മാത്രമാണ് ഇതിൽ കേൾക്കാൻ സാധിക്കുക. അടുത്ത ആങ്കർ ബൈ സ്പോട്ടിഫൈ എന്നുള്ളതാണ്. അതായത് സ്പോട്ടിഫൈ എന്ന് പറയുന്ന ആപ്പിന്റെ ആങ്കർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്. ഇത് ഈ നമ്മളുടെ പോഡ്കാസ്റ്റിംഗ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. അടുത്തത് നമ്മൾ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് ആണ്. വീഡിയോ ആൻഡ് ഓഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് ആണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തത് ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വീഡിയോ ആൻഡ് ഓഡിയോ രണ്ടും കൂടി ഒരുമിച്ചുള്ളതാണ് നമ്മൾ പറയുന്നത്. നെറ്റ്ഫ്ലിക്സ് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ടെലിവിഷൻ സർവീസുകൾ, മൂവീസ്, TV ഷോസ് ഒക്കെ ഉള്ള ഒന്നാണ് നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്നത്. ആമസോൺ പ്രൈം വീഡിയോ, മൂവീസ് ഉണ്ടായിരിക്കും, വെബ് സീരീസ്, ലൈവ് സ്പോർട്സ് ഇവന്റ്സുകളൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. യൂട്യൂബ് ഓഡിയോ ആൻഡ് വീഡിയോ ഉണ്ട്, പ്രീമിയം കണ്ടന്റുകൾ ഉണ്ട്, ലൈവ് സ്ട്രീമിംഗ് അവൈലബിൾ ആണ്. ഫേസ്ബുക്ക് ലൈവ് ഉണ്ട്. മറ്റേ യൂസേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രീം ചെയ്യാൻ ഇതിലൂടെ പറ്റും. ട്വിച്ച് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്. ഗെയിമിംഗ് കോണ്ടന്റുകളൊക്കെ അല്ലെങ്കിൽ ഗെയിമേഴ്സിലൊക്കെ മറ്റേ ലൈവായിട്ട് സ്ട്രീം ചെയ്യാൻ കഴിയുന്ന സോഫ്റ്റ്വെയർ ആണ് ട്വിച്ച് എന്ന് പറയുന്നത്. അടുത്തത് എസെൻഷ്യൽ എക്യുപ്മെന്റ്സ് ഫോർ പോഡ്കാസ്റ്റിംഗ് എന്നുള്ളതാണ്. അതായത് പോഡ്കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എസെൻഷ്യൽ ആയിട്ടുള്ള ടൂളുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്, എക്യുപ്മെന്റ്സുകൾ എന്തൊക്കെയാണ്. ആദ്യം ടൂളുകളാണ് പറയാൻ പോകുന്നത്. ടൂളുകളിൽ ആദ്യത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് സ്മാർട്ട് ഫോൺ ഓർ ക്യാമറ
ക്യാമറ എന്നുള്ളതാണ് പോഡ്കാസ്റ്റിന് വേണ്ടിയിട്ട്. അതിൽ നമുക്ക് സ്മാർട്ട് ഫോൺ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഭാഗം ഉപയോഗിച്ചുകൊണ്ട് റെക്കോർഡ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, അതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ മൈക്രോഫോൺ ആണ്. മൈക്രോഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണൽ ക്വാളിറ്റി ഓഡിയോസ് ഒക്കെ, നല്ല ക്ലിയർ ആയിട്ടുള്ള പ്രൊഫഷണൽ ക്വാളിറ്റി ഓഡിയോസ് ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് മൈക്രോഫോൺസുകൾ ഉപയോഗിക്കാം. അടുത്ത ഹെഡ്ഫോൺസ് ആണ്. നമുക്ക് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് നോയിസുകൾ ഒന്നും ഇല്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്, മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഹെഡ്ഫോൺസുകൾ ഉപയോഗിക്കാം. പോപ്പ് ഫിൽറ്റേഴ്സ് ആണ്, അതായത് പോപ്പിംഗ് സൗണ്ടുകൾ, PNB സൗണ്ടുകൾ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോപ്പ് ഫിൽറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. റെക്കോർഡിംഗ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഒഡാസിറ്റി, അഡോബ് ഓഡിഷൻ, ആങ്കർ തുടങ്ങിയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഓഡിയോസ് റെക്കോർഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. ഇതൊക്കെയാണ് ഒരു പോഡ്കാസ്റ്റിന്റെ എസെൻഷ്യൽ ടൂളുകൾ എന്ന് പറയുന്നത്. അടുത്തത് എസെൻഷ്യൽ എക്യുപ്മെന്റ്സ് ഫോർ സ്ട്രീമിംഗ്, വീഡിയോ ആൻഡ് വീഡിയോ സ്ട്രീമിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് പ്രധാനമായിട്ടുള്ള ടൂളുകൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ്. ഒന്നാമത്തെ സ്മാർട്ട് ഫോൺ ഓർ ക്യാമറ, നമുക്ക് റെക്കോർഡിങ്ങും ഹൈ ക്വാളിറ്റി വീഡിയോസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കും. മൈക്രോഫോൺസ്, ക്ലിയർ ഓഡിയോസ്, സ്ട്രീമിങ്ങിന് വേണ്ടി ക്ലിയർ ഓഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. ലൈറ്റ് അപ്പ് സെറ്റിംഗ്, അതായത് 3 point ലൈറ്റിംഗ് ആയിക്കോട്ടെ, അതുപോലത്തെ റിംഗ് ലൈറ്റ്, സോഫ്റ്റ് ബോക്സ്, LED പാനൽസ് തുടങ്ങിയിട്ടുള്ള ഈ ലൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോയുടെ ക്വാളിറ്റി നമുക്ക് കൂട്ടാം. ട്രൈപോഡ് ജിംബിൾസ് ഉണ്ടായിരിക്കും, അതായത് സ്റ്റഡി ആയിട്ടുള്ള വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടും പ്രൊഫഷണൽ ലുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെ ട്രൈപോഡ്സും ജിംബിൾസും ഉപയോഗിക്കാം. സ്ട്രീമിംഗ് സോഫ്റ്റ്വെയർസ്, OBS സ്റ്റുഡിയോ അല്ലെങ്കിൽ സ്ട്രീം ലാബ്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ റീസ്ട്രീം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർസ്, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സോഫ്റ്റ്വെയറിലൂടെ നിങ്ങൾക്ക് സ്ട്രീം ചെയ്യാനും സഹായിക്കും. അടുത്തത് റെക്കോർഡിംഗ് ആൻഡ് എഡിറ്റിംഗ് പ്രോസസ് ഫോർ പോഡ്കാസ്റ്റിംഗ് ആൻഡ് സ്ട്രീമിംഗ് എന്നുള്ളതാണ്. ഒരു പോഡ്കാസ്റ്റിംഗ് അല്ലെങ്കിൽ സ്ട്രീമിംഗ് ചെയ്യുന്ന സമയത്ത് റെക്കോർഡിംഗിന്റെ എഡിറ്റിംഗിന്റെയും പ്രോസസ്സ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ്. ആദ്യത്തെ പോഡ്കാസ്റ്റിംഗ്, റെക്കോർഡിംഗ്, എഡിറ്റിംഗ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തത് ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചൂസ് എ ടോപ്പിക് ആൻഡ് സ്ക്രിപ്റ്റ് ദ എപ്പിസോഡ്, അതായത് ഒരു ടോപ്പിക് എന്താണെന്നുള്ള ചൂസ് ചെയ്യുക, ആ എപ്പിസോഡിന് വേണ്ടിയിട്ടുള്ള സ്ക്രിപ്റ്റുകൾ തയ്യാറാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റെക്കോർഡിംഗ് യൂസിങ് ഗുഡ് മൈക്രോഫോൺ ആൻഡ് ക്വൈറ്റ് സ്പേസ് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വൈറ്റ് ആയിട്ടുള്ള സ്പേസിൽ നിന്ന്, വളരെ ശാന്തമായിട്ടുള്ള സ്പേസിൽ നിന്നും എന്ത് ചെയ്യാം, നല്ല മൈക്രോഫോണുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തത് ഓഡാസിറ്റി, അഡോബ് ഓഡിഷൻ തുടങ്ങിയുള്ള സോഫ്റ്റ്വെയർ വെച്ചുകൊണ്ട് അത് എഡിറ്റ് ചെയ്യുക. നാലാമത്തത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ, ഇൻട്രോ അല്ലെങ്കിൽ ഔട്ട്രോ തുടങ്ങിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക. ആൻഡ് ഫിഫ്ത്ത് സ്റ്റെപ്പാണ് എന്തെന്ന് പറയുന്നത് സ്പോട്ടിഫൈ അല്ലെങ്കിൽ ആപ്പിൾ പോഡ്കാസ്റ്റ് തുടങ്ങിയിട്ടുള്ള പ്ലാറ്റ്ഫോമിലോട്ട് ഇത് അപ്ലോഡ് ചെയ്യുക. ഇങ്ങനെയുള്ള സ്റ്റെപ്പാണ് പോഡ്കാസ്റ്റ് റെക്കോർഡിംഗ് ആൻഡ് എഡിറ്റിംഗ് എന്ന് പറയുന്ന ഭാഗത്ത് പറയുന്നത്. രണ്ടാമത്തെ സ്ട്രീമിംഗ് വർക്ക് ഫ്ലോ ആണ്, എങ്ങനെയാണ് സ്ട്രീമിംഗ് സമയത്ത് ചെയ്യേണ്ടത് എന്നുള്ളത്. ഒന്നാമത്തെ സെറ്റപ്പ് ദ റെക്കോർഡ് എൻവിറോൺമെന്റ്, അതായത് ഒരു റെക്കോർഡ് ചെയ്യുന്ന ഒരു റൂം സെറ്റപ്പ് ആക്കി എടുക്കുക. നല്ല ലൈറ്റിംഗ്, സ്റ്റേബിൾ ആയിട്ടുള്ള ഇന്റർനെറ്റിന്റെ കണക്ഷൻസ്, നല്ല ക്യാമറ തുടങ്ങിയ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു റെക്കോർഡിംഗ് എൻവിറോൺമെന്റ് തയ്യാറാക്കുക. രണ്ടാമത്തെ യൂസ് എ പ്രൊഫഷണൽ മൈക്രോഫോൺ ഫോർ ക്ലിയർ ഓഡിയോ, നല്ലൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള മൈക്രോഫോൺ മേടിക്കുക. അതായത് വ്യൂവേഴ്സിന്, ഇത് കേൾക്കുന്ന ലിസണേഴ്സിന്, അവർക്കൊക്കെ നല്ല ക്വാളിറ്റിയിൽ സൗണ്ടുകൾ കേൾക്കുന്നതിന് വേണ്ടിയിട്ട്. അടുത്തത് എൻഗേജ് വിത്ത് വ്യൂവേഴ്സ് ത്രൂ ലൈവ് ചാറ്റ് ആൻഡ് QA സെഷൻസ്, അതായത് ഇത് നിങ്ങളുടെ ലൈവായിട്ട് ഇത് ചെയ്യുന്ന സമയത്ത്, സ്ട്രീമിംഗ് ചെയ്യുന്ന സമയത്ത് വ്യൂവേഴ്സ് ആയിട്ടുള്ള ആളുകൾ അവരെ ചാറ്റിലോ അല്ലെങ്കിൽ QA സെഷൻസ് ഒക്കെ നടത്തിക്കൊണ്ട് അവരുമായിട്ട് എൻഗേജ് ചെയ്യിപ്പിക്കുക. അടുത്തത് ഒപ്റ്റിമൈസ് വീഡിയോ ക്വാളിറ്റി സെറ്റിംഗ് ബേസ്ഡ് ഓൺ ദ പ്ലാറ്റ്ഫോം, ഓരോ പ്ലാറ്റ്ഫോമിനും ഓരോ വീഡിയോ ക്വാളിറ്റി ഉണ്ടായിരിക്കും, അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യാം, സ്ട്രീമിംഗ് ചെയ്യുക. അടുത്തത് സേവ് ദ സ്ട്രീം ഫോർ വ്യൂവേഴ്സ് ഹു മിസ്ഡ് ഇറ്റ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ആർക്കെങ്കിലും ഏതെങ്കിലും സമയത്ത് മിസ്സാവുകയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോ കാണാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, അത് സേവ് ചെയ്ത് വെക്കുക. മീൻസ് നിങ്ങളുടെ അക്കൗണ്ടിൽ അത് വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യുക. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നീട് അത് കാണാൻ പറ്റും. അടുത്തത് മോണിറ്റൈസേഷൻ, അതായത് എങ്ങനെയാണ് വരുമാനം ലഭിക്കുക. ഹൗ ടു ഏൺ ഫ്രം പോഡ്കാസ്റ്റ് ആൻഡ് സ്ട്രീമിംഗ്, പോഡ്കാസ്റ്റിൽ വെച്ചുകൊണ്ടും സ്ട്രീമിംഗിൽ വെച്ചുകൊണ്ടും എങ്ങനെയാണ് നമുക്ക് പണം സമ്പാദിക്കാൻ കഴിയുന്നത്. ഒന്നാമത്തത് പോഡ്കാസ്റ്റിൽ നിന്ന് എങ്ങനെ സമ്പാദിക്കാം എന്നുള്ള ഒന്ന് സ്പോൺസർഷിപ്പ് ആണ്. അതായത് ഏതെങ്കിലും ബ്രാൻഡിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയുടെയോ അവരുടെ പരസ്യങ്ങൾ നൽകിക്കൊണ്ട്, പോഡ്കാസ്റ്റിലൂടെ അവരുടെ പരസ്യങ്ങൾ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് സ്പോൺസർഷിപ്പുകൾ നേടാവുന്നതാണ്. രണ്ടാമത്തെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്, അതായത് പ്രൊമോട്ടിംഗ് പ്രൊഡക്റ്റ് വിത്ത് കമ്മീഷൻ ഫോർ സെയിൽ. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഇൻഫ്ലുവൻസർ പറയുന്നു, നിങ്ങൾക്ക് ഈ സൈറ്റിൽ പോയിട്ട് എന്റെ പേര് നിങ്ങൾ അതിൽ കൊടുത്തു കഴിഞ്ഞാൽ, കോഡായിട്ട് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടുന്നു എന്ന് പറയാണ്.
അപ്പോൾ ഇത്തരത്തിൽ നമ്മളുടെ പേരിലൂടെ സെയിൽ നടക്കുന്നു, അതിലൂടെ കമ്മീഷൻ നേടുന്നതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ലിസണേഴ്സ് ഡൊണേഷൻസ് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്രോണ് അല്ലെങ്കിൽ ബൈ മീ എ കോഫി തുടങ്ങിയിട്ടുള്ള അപ്ലിക്കേഷൻസ് ഒക്കെ സ്ട്രീം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അങ്ങോട്ട് പണം കൊടുക്കാൻ പറ്റും. അതാണ് ലിസണേഴ്സ് ഡൊണേഷൻസ് എന്ന് പറയുന്നത്. അടുത്ത പ്രീമിയം കോണ്ടന്റ്സ് എന്നുള്ളതാണ്. ഓഫറിംഗ് എക്സ്ക്ലൂസീവ് എപ്പിസോഡ് ടു സബ്സ്ക്രൈബേഴ്സ്, അതായത് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകൾ അവർക്ക് വേണ്ടി മാത്രം പ്രീമിയം കോണ്ടന്റുകൾ അവൈലബിൾ ആക്കി കൊടുക്കുക. അതാണ് പോഡ്കാസ്റ്റിംഗിലൂടെ പണം സമ്പാദിക്കാനുള്ള വഴികൾ എന്ന് പറയുന്നത്. അടുത്തത് വേ ടു ഏൺ ഫ്രം സ്ട്രീമിംഗ്. സ്ട്രീമിംഗിലൂടെ എങ്ങനെ പണം സമ്പാദിക്കാം? ഒന്ന് യൂട്യൂബ് മോണിറ്റൈസേഷൻ ആണ്. യൂട്യൂബിന്റെ പ്രീമിയം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ ആഡുകളും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് പണം സമ്പാദിക്കാൻ പറ്റും. ട്വിച്ച് സബ്സ്ക്രിപ്ഷൻ ആൻഡ് ഡൊണേഷൻസ് ആണ്. വ്യൂവേഴ്സിന് അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ അതിന്റെ വ്യൂവേഴ്സിന് പണം നൽകാൻ പറ്റും. ബ്രാൻഡ് കൊളാബറേഷൻ ആണ്. അതായത് കമ്പനീസ് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ പ്രൊഡക്റ്റുകൾ പ്രൊമോഷൻ ചെയ്യുന്നതിലൂടെ പണം നൽകാറുണ്ട്. പേപ്പർ വ്യൂ ഇവന്റ്സ് എന്നുള്ളതാണ് അടുത്തത്. അതായത് സ്പോർട്സ് അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് ചാനലുകളൊക്കെ എത്ര ആളുകൾ കാണുന്നു അതിനനുസരിച്ച് പണം നൽകാറുണ്ട്. ഓക്കെ, ഇനി അടുത്തായിട്ട് ടിപ്സ് ഫോർ ക്രിയേറ്റിംഗ് സക്സസ്ഫുൾ പോഡ്കാസ്റ്റിംഗ് ആൻഡ് സ്ട്രീമിംഗ് കോണ്ടന്റ്. ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു നല്ല രീതിയിൽ പോഡ്കാസ്റ്റുകൾ സ്ട്രീമിംഗ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ്. ഒന്നാമത്തെ, പോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചൂസ് എ നീഷ് ടോപ്പിക്. അതായത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ടോപ്പിക് ചൂസ് ചെയ്യുക. ടെക്നോളജി, ഫൈനാൻസ്, ഹെൽത്ത്, അങ്ങനെയുള്ള എഡ്യൂക്കേഷൻ തുടങ്ങിയിട്ടുള്ള ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. മെയിൻറ്റെയിൻ ക്ലിയർ എൻഗേജിംഗ് വോയിസ് മോഡുലേഷൻസ്. നല്ല എൻഗേജിംഗ് ആയിട്ടുള്ള ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലുള്ള വോയിസ് മോഡുലേഷൻസ് ഉപയോഗിക്കാം. കീപ് എപ്പിസോഡ് സ്ട്രക്ചർഡ് വിത്ത് എ ഇൻട്രോ, മെയിൻ കോണ്ടന്റ് ആൻഡ് കൺക്ലൂഷൻ. അതായത് ഒരു സ്ട്രക്ചർ വേണം. അതായത് ഒരു ഇൻട്രൊഡക്ഷൻ പറയണം, പിന്നെ മെയിൻ കോണ്ടന്റുകൾ എന്താണെന്നുള്ള പറയണം, ഒരു കൺക്ലൂഷൻ പറയണം. അങ്ങനെ ഒരു സ്ട്രക്ചർഡ് ആയിരിക്കണം നമ്മൾ പറയേണ്ടത്. ആൻഡ് നാലാമത്തത്, യൂസ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആൻഡ് സൗണ്ട് എഫക്ട് ടു എൻഹാൻസ് എൻഗേജ്മെന്റ്. അതായത് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളും സൗണ്ട് എഫക്റ്റുകളും കാര്യങ്ങളൊക്കെ നൽകുക. അടുത്ത്, പബ്ലിഷ് റെഗുലർലി ടു ബിൽഡ് ആൻഡ് ഓഡിയൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് റെഗുലർ ആയിട്ട് എന്ത് ചെയ്യുക, വീഡിയോസ് പബ്ലിഷ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇങ്ങനെ നമുക്ക് പോഡ്കാസ്റ്റുകളൊക്കെ നല്ലൊരു സക്സസ്ഫുൾ ആക്കി മാറ്റാൻ സാധിക്കും. അടുത്തത്, ലൈവ് സ്ട്രീമിംഗ് എങ്ങനെ നല്ല രീതിയിലാക്കാം എന്നുള്ളതാണ്. എൻഗേജ് വിത്ത് വ്യൂവേഴ്സ്. അതായത് വ്യൂവേഴ്സ് പറയുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ കമന്റുകൾ ഉണ്ടായിരിക്കും, അതിനൊക്കെ റെസ്പോണ്ട് ചെയ്യുക. യൂസ് ഹൈ ക്വാളിറ്റി വിഷ്വൽസ്. നല്ല പ്രോപ്പർ ആയിട്ടുള്ള ലൈറ്റിങ് അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ക്യാമറ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് ഹൈ ക്വാളിറ്റി വിഷ്വൽസ് നൽകാവുന്നതാണ്. അടുത്ത, ഒപ്റ്റിമൈസ് ഫോർ മൊബൈൽ വ്യൂവേഴ്സ്. അതായത് മൊബൈൽ വ്യൂവേഴ്സ് ഇതിൽ കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാരിറ്റിയും അല്ലെങ്കിൽ സ്മാളർ സ്ക്രീൻസും കാര്യങ്ങളൊക്കെ നൽകുക. അടുത്ത, പ്രൊമോട്ട് സ്ട്രീം ഇൻ അഡ്വാൻസ്. അതായത് സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഞാൻ ഇത്ര മണിക്ക് സ്ട്രീം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും വ്യൂവേഴ്സ് എന്ത് ചെയ്യും, ലൈവിലോട്ട് ജോയിൻ ചെയ്യും. ഹാവ് എ ബാക്കപ്പ് പ്ലാൻ. അതായത് ഇന്റർനെറ്റിൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു ബാക്കപ്പ് പ്ലാൻ തയ്യാറാക്കണം. അപ്പോൾ കറണ്ട് പോകാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പോൾ അതിന് നമ്മൾ പവർ ബാക്കപ്പ് വേണം. ഇന്റർനെറ്റ് കട്ടാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് ബാക്കപ്പ് ആയിട്ട് ഇന്റർനെറ്റ് കണക്ഷൻസ് വേണം. ബാറ്ററി ലോ ആവാനുള്ള ചാൻസുകൾ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പവർ ബാങ്കുകൾ കയ്യിൽ കരുതണം. അങ്ങനെയുള്ള ബാക്കപ്പ് പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. അടുത്തത്, പോഡ്കാസ്റ്റിംഗ് സ്ട്രീമിംഗ് ലിമിറ്റേഷൻസ് ആൻഡ് ചാലഞ്ചസ് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, പോഡ്കാസ്റ്റിംഗ് ആൻഡ് സ്ട്രീമിംഗ് ഈ മീഡിയാസിനെ കൺസ്യൂംസ് ഒക്കെ കൂടുതലായിട്ട് കൂട്ടുന്നുണ്ട്. ക്രിയേറ്റേഴ്സിന് കണ്ടന്റുകൾ ഗ്ലോബലി എന്ത് ചെയ്യുന്നു, ഷെയർ ചെയ്യാൻ കഴിയുന്നു, ഓഡിയൻസുമായിട്ട് എൻഗേജ് ചെയ്യാൻ കഴിയുന്നു, റവന്യൂ ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നു. ഇതൊക്കെ പോഡ്കാസ്റ്റിലൂടെ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള പോഡ്കാസ്റ്റിംഗ് സ്ട്രീമിംഗ് ആയിക്കോട്ടെ, ഇതിന് കുറെ ലിമിറ്റേഷൻസും ചാലഞ്ചുകളും ഉണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ രണ്ടിന്റെയും പ്രധാനപ്പെട്ട ഒരു ലിമിറ്റേഷൻസ് ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ ഇഷ്യൂസ്, കോണ്ടന്റ് ഡിസ്കവറബിലിറ്റി, മോണിറ്റൈസേഷൻ ഡിഫിക്കൽട്ടീസ്, ഓഡിയൻസ് റിട്ടൻഷൻസ്, കോമ്പറ്റീഷൻസ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല രീതിയിലുള്ള ചാലഞ്ചുകൾ ഇവർക്ക് ലിമിറ്റേഷൻസും വരുന്നുണ്ട്. അതെന്തെല്ലാമാണ് എന്നുള്ളതാണ് കൂടുതലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ലിമിറ്റേഷൻ ഓഫ് പോഡ്കാസ്റ്റിംഗ് എന്നുള്ളതാണ്. ഒന്നാമത്തെ ഹൈ കോമ്പറ്റീഷൻ കോണ്ടന്റ് ഡിസ്കവറബിലിറ്റി എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമുക്ക് ഇപ്പൊ ഒരു പോഡ്കാസ്റ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിരവധി പോഡ്കാസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, അതായത് പോഡ്കാസ്റ്റിംഗ് ചെയ്യുന്ന ആളുകൾ നിരവധി ഉണ്ടായിരിക്കും. അപ്പൊ അവരുടെ ഇടയിൽ നമ്മൾ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് ഡിഫിക്കൽട്ടാണ്. നമുക്ക് ഡെയിലി നമ്മൾ നല്ല നല്ല കണ്ടന്റുകൾ ഇട്ട് കഴിഞ്ഞാൽ റീച്ച് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ ഹൈ കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും. മാത്രമല്ല ഈ പല പോഡ്കാസ്റ്റുകളും വളരെ പുവർ ആയിട്ടുള്ള മാർക്കറ്റിങ്ങിലൂടെ, SEO ഒപ്റ്റിമൈസേഷൻസ് ഇല്ലാത്തതിലൂടെ, അല്ലെങ്കിൽ ലിമിറ്റഡ് ഓഡിയൻസ് റീച്ചിലൂടെ അൺനോട്ടീസ്ഡ് ആയിട്ട് പോവാണ്, ആരും ശ്രദ്ധിക്കാതിരിക്കുകയാണ്. അതുപോലെ തന്നെ അൺഡിസ്കവറബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോം അൽഗോരിതംസ്, അതായത് സ്പോട്ടിഫൈ, ആപ്പിൾ പോഡ്കാസ്റ്റ്, ഗൂഗിൾ പോഡ്കാസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കണ്ടന്റുകൾ കൂടുതലായിട്ട് എത്തിക്കാൻ സാധിക്കാതെ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ് ഒന്നാമത്തെ ഹൈ കോമ്പറ്റീഷൻ ആൻഡ് കോണ്ടന്റ് ഡിസ്കവറബിലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് ആണ് പുവർ മോണിറ്റൈസേഷൻ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ബിഗിനേഴ്സ് എന്ന് പറയുന്നത്. അതായത് തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് പെട്ടെന്ന് തന്നെ ഇതിലൂടെ പണം സമ്പാദിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് സ്പോൺസർഷിപ്പുകള്, ലിസണേഴ്സിന്റെ ഡൊണേഷൻ, പ്രീമിയം കോണ്ടന്റുകള്, ഇതൊക്കെ നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നിശ്ചിതമായിട്ടുള്ള ഒരു ക്രൈറ്റീരിയ നമ്മൾ കടക്കേണ്ടി വരും. അതുപോലെ തന്നെ യൂട്യൂബ് തുടങ്ങിയുള്ള ആളുകളൊക്കെ ഇത്ര കാലാവധി വെക്കുന്ന സമയത്ത് പോഡ്കാസ്റ്റിംഗ് എന്ത് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ആയിട്ടുള്ള റവന്യൂ ഷെയറിങ് ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. യൂട്യൂബ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പണം തരുന്നുണ്ട്, പക്ഷെ പോഡ്കാസ്റ്റിംഗ് പ്ലാറ്റ്ഫോംസ് ഡയറക്റ്റ് ആയിട്ട് പണം നൽകുന്നില്ല. അതുപോലെ തന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ അവര് സ്പോൺസേഴ്സ് കൂടുതലായിട്ട് അവരെ അട്രാക്ട് ചെയ്യുന്നില്ല. കാരണം കൂടുതലായിട്ട് സബ്സ്ക്രിപ്ഷൻസ് അല്ലെങ്കിൽ കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകളെ മാത്രമാണ് സ്പോൺസേഴ്സ് എന്ത് ചെയ്യുന്നുള്ളൂ, അവർക്ക് ആഡുകൾ നൽകുന്നുള്ളൂ. അപ്പൊ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് നൽകുന്നില്ല. അപ്പൊ പുവർ മോണിറ്റൈസേഷൻ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ബിഗിനേഴ്സ് എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് ആണ് ടെക്നിക്കൽ ഇഷ്യൂസ് ആൻഡ് ഓഡിയോ ക്വാളിറ്റി ചാലഞ്ചസ് എന്ന് പറയുന്നത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ, പുവർ മൈക്രോഫോൺ ക്വാളിറ്റീസ്, ഇൻകൺസിസ്റ്റന്റ് ഓഡിയോ ലെവൽസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ പോഡ്കാസ്റ്റുകൾ അൺപ്രൊഫഷണൽ ആക്കാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അതുപോലെ തന്നെ എഡിറ്റിങ്ങും പോസ്റ്റ് പ്രൊഡക്ഷൻ റിക്വയർമെന്റുകളും, അതായത് ടൈമുകൾ വേണം, എഫേർട്ട് എടുക്കണം. സോഫ്റ്റ്വെയർസ് ലൈക്ക് അഡോബ് ഓഡിഷൻ, ഓഡാസിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അത് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഹോസ്റ്റ് മസ്റ്റ് എൻഷുർ പ്രോപ്പർ റെക്കോർഡിംഗ് എൻവിറോൺമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു ഹോസ്റ്റ്, ഒരു പോഡ്കാസ്റ്റർ അവർ എപ്പോഴും വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു എൻവിറോൺമെന്റിൽ വെച്ച് വേണം ഇത് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചാലഞ്ചസ് ആണ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചാലഞ്ചസ് ആണ്. അപ്പൊ ഇതൊക്കെ ടെക്നിക്കൽ ഓഡിയോ ക്വാളിറ്റിനൊക്കെ ബാധിക്കും. അപ്പൊ ഈ കാര്യങ്ങളാണ് മൂന്നാമത്തെ ചാലഞ്ച് എന്ന് പറയുന്നത്. നാലാമത്തെ ലാക്ക് ഓഫ് ഓഡിയൻസ് ഇന്ററാക്ഷൻ ഇൻ ട്രഡീഷണൽ പോഡ്കാസ്റ്റ് എന്നുള്ളതാണ്. അടുത്ത പോയിന്റ് ലാക്ക് ഓഫ് ഓഡിയൻസ് ഇന്ററാക്ഷൻ ഇൻ ട്രഡീഷണൽ പോഡ്കാസ്റ്റ് എന്നുള്ളതാണ്. അതായത് ലൈവ് സ്ട്രീമിങ്ങിന്റെ പോലെയല്ല പോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത്, ഇതൊരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. സോ പോഡ്കാസ്റ്റേഴ്സിന് അവർക്ക് റീപ്ലൈ കൊടുക്കണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇമെയിൽ, ന്യൂസ് ലെറ്റേഴ്സിലൂടെയൊക്കെ ആയിരിക്കണം ലിസണേഴ്സുമായി അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്കുകൾ ഇതിൽ അവൈലബിൾ അല്ല. ക്രിയേറ്റേഴ്സ് അവരെന്ത് ചെയ്യും, കുറച്ച് സ്ട്രഗിൾ ചെയ്യും. ഓഡിയൻസിന്റെ എൻഗേജ്മെന്റിന് വേണ്ടിയിട്ട് കുറച്ച് സ്ട്രഗിൾ ചെയ്യാനുള്ള ചാൻസുകൾ കൂടുതലാണ്. ഓക്കെ, അടുത്ത പോയിന്റ് ആണ് ടൈം കൺസ്യൂമിങ് പ്രൊഡക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. അതായത് ഒരു സിംഗിൾ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് റിസർച്ചുകൾ നടത്തണം, സ്ക്രിപ്റ്റിംഗ്, റെക്കോർഡിംഗ്, എഡിറ്റിംഗ്, ഡിസ്ട്രിബ്യൂഷൻസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ നടത്താനുണ്ട്. അപ്പോൾ സോളോ പോഡ്കാസ്റ്റേഴ്സ് ഒറ്റയ്ക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇതെല്ലാം ഈ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യണം അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ കുറെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അവർക്ക് ഓഡിയൻസ് എൻഗേജ്മെന്റ് ചെയ്യുന്നതിനും സമയങ്ങൾ കണ്ടെത്തണം. അപ്പോൾ ഈ ഒരു സിംഗിൾ ആയിട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാമാണ് ഒരു പോഡ്കാസ്റ്റിംഗിന്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ലിമിറ്റേഷൻസ് ഓഫ് സ്ട്രീമിംഗ് എന്ന് പറയുന്ന ടോപ്പിക് ആണ്. ഒന്നാമത്തത് ഇന്റർനെറ്റ് സ്പീഡ് ആൻഡ് ബാൻഡ്വിഡ്ത്ത് ഇഷ്യൂസ് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, ചില സമയത്ത് ഇന്റർനെറ്റിന്റെ കണക്ഷൻസ് സ്റ്റേബിൾ ആവാനുള്ള ചാൻസുകൾ കുറവാണ്. അപ്പോൾ ഹൈ ക്വാളിറ്റി സ്ട്രീമിങ്ങിനെ അത് ബാധിക്കും. ഇപ്പോൾ 4K സ്ട്രീമിംഗ് നടത്തുന്ന ആളുകൾക്ക് 25 MBps സെക്കൻഡിൽ ഇന്റർനെറ്റിന്റെ സ്പീഡ് കിട്ടുന്ന നെറ്റിന്റെ കപ്പാസിറ്റി ഒക്കെ വേണ്ടി വരും. അപ്പൊ അതൊരു പ്രശ്നമായിട്ട് വരാനുള്ള ചാൻസുകളുണ്ട്. അപ്പൊ ഇത്തരത്തിൽ 4K സ്ട്രീം ചെയ്യുന്ന ആളുകളാണെന്ന് കരുതുക. അപ്പൊ അവർക്ക് അവരുടെ വ്യൂവേഴ്സ് റൂറൽ ഏരിയാസിലാണ് അല്ലെങ്കിൽ ലോ ബാൻഡ്വിഡ്ത്ത് റീജിയൻസിലാണ്, ഇന്റർനെറ്റിന് സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഇന്റർനെറ്റിന് സ്പീഡ് വളരെ കുറവ് കിട്ടുന്ന സ്ഥലങ്ങളാണ് കരുതുക. അപ്പൊ ഇവർക്ക് ബഫറിങ്ങിന്റെ ഇഷ്യൂസ് വരാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പോൾ
ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ്, നെറ്റിന്റെ സ്പീഡുകളാണ് ഒന്നാമത്തെ, ഇന്റർനെറ്റ് സ്പീഡ് ആൻഡ് ബാൻഡ് വിഡ്ത്ത് ഇഷ്യൂസ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് പ്ലാറ്റ്ഫോം റെസ്ട്രിക്ഷൻസ് ആൻഡ് കോണ്ടന്റ് മോഡറൈസേഷൻസ് എന്നുള്ളതാണ്. അതായത് ഇപ്പൊ പല പ്ലാറ്റ്ഫോമുകളും യൂട്യൂബ്, ട്വിച്ച്, ഫേസ്ബുക്ക് ലൈവ് തുടങ്ങിയിട്ടുള്ള പല പ്ലാറ്റ്ഫോമുകളും അവർക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസുകൾ ഉണ്ടായിരിക്കും, കോണ്ടന്റിന്റെ ഗൈഡ് ലൈൻസുകൾ ഉണ്ടായിരിക്കും, എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം, ഡിസ്കസ് ചെയ്യാതിരിക്കാൻ തുടങ്ങിയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്തരത്തില് കോപ്പിറൈറ്റ് ഇഷ്യൂസുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള മ്യൂസിക്, വീഡിയോസ്, ഇമേജുകൾ, കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പ്രശ്നങ്ങൾ, കോപ്പിറൈറ്റിന്റെ ഇഷ്യൂസ് വരാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പോൾ ചിലപ്പോൾ ചില കണ്ടന്റുകൾ റിമൂവ് ചെയ്യാനുള്ള ചാൻസുകളും കൂടുതലാണ്. അപ്പോൾ വയലേറ്റ് ആയിട്ടുള്ള പോളിസികളൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ചില കണ്ടന്റുകൾ റിമൂവ് ചെയ്യാനുള്ള ചാൻസുകളും കൂടുതലാണ്. അതാണ് പ്ലാറ്റ്ഫോം റെസ്ട്രിക്ഷൻസ് ആൻഡ് കോണ്ടന്റ് മോഡറൈസേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഹൈ കോമ്പറ്റീഷൻ ആൻഡ് ഓഡിയൻസ് റിട്ടൻഷൻ ഇഷ്യൂസ് എന്നുള്ളതാണ്. അതായത് തൗസൻഡ്സ് ഓഫ് ക്രിയേറ്റേഴ്സ് ഡെയിലി സ്ട്രീം ചെയ്യുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഓഡിയൻസ് എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് ഒന്നാണ് ഈ സ്ട്രീമിംഗിൽ സംഭവിക്കുന്നത്. വ്യൂവേഴ്സ് ആയിട്ടുള്ള ആളുകൾ കൂടുതൽ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള കണ്ടന്റുകൾ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ആളുകളുടെ ലൈവ് സ്ട്രീമിങ്ങൾ കാണാനാണ് കൂടുതലായിട്ട് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ കോണ്ടന്റ് ഇന്ററാക്ഷൻസ് വേണം എല്ലാ സമയത്തും സ്ട്രീം ചെയ്യുന്ന സമയത്ത്. അല്ലാത്ത സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെയുള്ള ഓഡിയൻസുകൾ മറ്റു ആളുകളുടെ ഇടയിലോട്ട്, മറ്റു ചാനലുകളിലോട്ട് പോകാനുള്ള ചാൻസുകൾ കൂടുതലാണ്. ഇതാണ് ഹൈ കോമ്പറ്റീഷൻ ആൻഡ് ഓഡിയൻസ് റിട്ടൻഷൻ ഇഷ്യൂസ് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് എക്സ്പെൻസീവ് എക്യുപ്മെന്റ്സ് ആൻഡ് പ്രൊഡക്ഷൻ കോസ്റ്റ് എന്നുള്ളതാണ്. അതായത് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള സ്ട്രീമിംഗ് നടത്തണം എന്നുണ്ടെങ്കിൽ നല്ല ക്യാമറ, മൈക്രോഫോൺ, ലൈറ്റിംഗ്, ഹൈ സ്പീഡ് ഇന്റർനെറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഇതിന് പ്രൊഡക്ഷൻ കോസ്റ്റ്, ഇതിനുള്ള പണം എന്ന് പറയുന്നത് കൂടുതലാണ്. ഇപ്പോൾ ലൈവായിട്ട് സ്ട്രീമിംഗ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആയിട്ടുള്ള OBS സ്റ്റുഡിയോ, സ്ട്രീം ലാബ്സ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ പെയ്ഡ് വെർഷൻസ് ആണ്. അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ പെയ്ഡ് ഫീച്ചേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം, പെയ്ഡ് ആയിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ സ്ട്രീമിംഗ് ചെയ്യുന്ന ആളുകൾ അവര് ബ്രാൻഡിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഓവർലൈസിൽ ഗ്രാഫിക്സ് തുടങ്ങിയുള്ള പല കാര്യങ്ങളും നൽകണം എന്നുണ്ടെങ്കിൽ, ഈ പ്രൊഫഷണൽ ലുക്കുകൾ നൽകണം എന്നുണ്ടെങ്കിൽ അതിലൊക്കെ എന്ത് ചെയ്യണം, പണം കൊടുക്കേണ്ടി വരും. അടുത്തത് ടൈം കൺസ്യൂമിങ് ആൻഡ് ഡിമാൻഡിങ് വർക്ക് ലോഡ്. അതായത് ഒരു കോണ്ടന്റ് റെക്കോർഡ് ചെയ്യാന്ന് മാത്രമല്ല, റിയൽ ടൈം എൻഗേജ്മെന്റ് ആണ് സ്ട്രീമിംഗിൽ കൂടുതലായിട്ട് വരേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഷെഡ്യൂൾഡ് ആയിട്ട് നമ്മൾ ഓഡിയൻസ് റിട്ടൻഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് സമയം ഇതിനു വേണ്ടി ഉപയോഗിക്കണം. അപ്പോൾ 4 മുതൽ 8 മണിക്കൂർ വരെ എന്ത് ചെയ്യണം, ഈ ലൈവിങ് നടത്തേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വളരെ മെന്റൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫാറ്റീഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് എന്ത് പറയുന്നത് ഒരു സ്ട്രീമിങ്ങിന്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ഇനി കോമൺ ഫീച്ചേഴ്സ് ആണ്, അതായത് കോമൺ ചാലഞ്ചസ് ഫേസ്ഡ് ഇൻ ബോത്ത് പോഡ്കാസ്റ്റിംഗ് ആൻഡ് സ്ട്രീമിംഗ്. സ്ട്രീമിംഗിലും പോഡ്കാസ്റ്റിലും കോമൺ ആയിട്ട് വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ഓഡിയൻസിന്റെ ഗ്രോത്ത് ആണ്. അതായത് പോഡ്കാസ്റ്റിലും വരികയാണെന്നുണ്ടെങ്കിൽ ലിസണേഴ്സിന് SEO ഇല്ലാതെ ലിസണേഴ്സിന്റെ ഇടയിലോട്ട് എത്തിക്കുക എന്ന് പറയുന്നത്, ഒരു പോഡ്കാസ്റ്റ് എത്തിക്കുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ്. അത് സ്ട്രീമിംഗിൽ വരികയാണെന്നുണ്ടെങ്കിൽ കോമ്പറ്റീഷൻ ആണ്. അതായത് ട്വിച്ച് അല്ലെങ്കിൽ യൂട്യൂബ് തുടങ്ങിയുള്ള പല പ്ലാറ്റ്ഫോംസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈ കോമ്പറ്റീഷൻസ് ഉണ്ട് ഓഡിയൻസിന്റെ ഇടയിലോട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്. മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോഡ്കാസ്റ്റിലാണെന്നുണ്ടെങ്കിൽ സ്പോൺസർഷിപ്പിലൂടെ മാത്രമേ നമുക്ക് ആഡുകൾ ലഭിക്കുകയുള്ളൂ. പക്ഷെ സ്ട്രീമിങ്ങിലാണെന്നുണ്ടെങ്കിൽ വ്യൂവേഴ്സിന്റെ എൻഗേജ്മെന്റ് അനുസരിച്ച്, വ്യൂവേഴ്സിന്റെ ആളുകളുടെ അനുസരിച്ച് നമുക്ക് റവന്യൂസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ടെക്നിക്കൽ ഇഷ്യൂസ് ആയിട്ട് വരിക പോഡ്കാസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ പുവർ ഓഡിയോ ക്വാളിറ്റി എഫക്റ്റുകളാണ്. അതായത് മോശപ്പെട്ട രീതിയിലുള്ള മോശമായിട്ടുള്ള ഓഡിയോ ക്ലാരിറ്റികൾ വന്നു കഴിഞ്ഞാൽ അതിനെ ബാധിക്കും. ടെക്നിക്കൽ ഇഷ്യൂസ് സ്ട്രീമിങ്ങിലാണെന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റിന് ഇഷ്യൂസ്, മൈക്രോഫോൺ തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും വരാനുള്ള ചാൻസുകൾ കൂടുതലാണ്. കോണ്ടന്റ് കൺസിസ്റ്റൻസി, അതായത് പോഡ്കാസ്റ്റിംഗിൽ റെഗുലർ ആയിട്ടുള്ള എപ്പിസോഡുകൾ ഇട്ട് കഴിഞ്ഞാൽ ഓഡിയൻസിന്റെ റിട്ടൻഷൻ കിട്ടും. സ്ട്രീമിംഗ് ആണെന്നുണ്ടെങ്കിൽ ഡെയിലി ഓർ വീക്ക്ലി, ഒന്നെങ്കിൽ ദിവസം ഇടണം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യണം, സ്ട്രീമിംഗ് നടത്തിക്കൊണ്ടേയിരിക്കണം. നല്ല റെലവെന്റ് ആയിട്ട് നമ്മൾ ഉണ്ടായിരിക്കുകയുള്ളൂ. അടുത്ത കോപ്പിറൈറ്റ് റെസ്ട്രിക്ഷൻസ് ആണ്. അതായത് മ്യൂസിക്, കോണ്ടന്റ് ലൈസൻസിങ് ഇഷ്യൂസ് ആണ് പോഡ്കാസ്റ്റിംഗിൽ വരിക. സ്ട്രീമിംഗിലാണെന്നുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് മെറ്റീരിയൽ ഇൻ സ്ട്രീംസ്, അതായത് എനി കാര്യങ്ങളും നമുക്ക് സ്ട്രൈക്ക് കൊടുക്കാം. അതായത് മറ്റൊരാളുടെ പേര് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ തുടങ്ങിയ എന്ത് കാര്യങ്ങൾക്കും കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരാനുള്ള കാര്യങ്ങൾ കൂടുതലാണ്. ഇതൊക്കെയാണ് പോഡ്കാസ്റ്റിംഗിലൊക്കെ വരുന്ന അല്ലെങ്കിൽ സ്ട്രീമിംഗിൽ വരുന്ന കോമൺ ആയിട്ടുള്ള ചാലഞ്ചുകൾ എന്ന് പറയുന്നത്.
അടുത്ത സ്ട്രാറ്റജീസ് ടു ഓവർകം പോഡ്കാസ്റ്റിംഗ് ആൻഡ് സ്ട്രീമിംഗ് ചാലഞ്ചസ്. അതായത് പോഡ്കാസ്റ്റിംഗ് സ്ട്രീമിംഗും അതിന്റെ എങ്ങനെയൊക്കെ ചാലഞ്ചുകൾ ഓവർകം ചെയ്യാം. ഒന്നാമത്തെ ഇംപ്രൂവിംഗ് കോണ്ടന്റ് ഡിസ്കവറബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ SEO ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൈറ്റിൽസും ഡിസ്ക്രിപ്ഷൻസും നൽകുക. യൂട്യൂബിൽ സ്പോട്ടിഫൈയിലൊക്കെ അങ്ങനെ നൽകുക. സോഷ്യൽ മീഡിയ വഴി ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, ഫേസ്ബുക്ക് തുടങ്ങിയുള്ള കാര്യങ്ങൾ വഴി പ്രൊമോഷൻ ചെയ്യുക. അതുപോലെ തന്നെ അതർ ക്രിയേറ്റേഴ്സ് വഴി എന്ത് ചെയ്യുക, കൊളാബറേറ്റ് ചെയ്യുക. ഇതാണ് ഇംപ്രൂവിംഗ് കോണ്ടന്റ് ഡിസ്കവറബിലിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്താണ് എൻഹാൻസിങ് ഓഡിയോ ആൻഡ് വീഡിയോ ക്വാളിറ്റി. അതായത് പ്രൊഫഷണൽ മൈക്രോഫോൺസുകൾ ഉപയോഗിക്കാം. അതായത് റോഡ് അല്ലെങ്കിൽ ബ്ലൂ യെറ്റി തുടങ്ങിയിട്ടുള്ള കമ്പനികളുടെ പ്രൊഫഷണൽ മൈക്രോഫോൺസുകൾ ഉപയോഗിക്കാം പോഡ്കാസ്റ്റിംഗ് വേണ്ടിയിട്ട്. ലൈറ്റിംഗ് അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി ക്യാമറാസ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം. അതൊരു സ്ട്രീമിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. ക്വയറ്റ് ആയിട്ടുള്ള എക്കോ ഫ്രണ്ട്ലി എൻവിറോൺമെന്റിന് വേണ്ടി അവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെക്കോർഡിംഗ് ചെയ്യാം. അപ്പൊ നമുക്ക് നല്ലൊരു ബെറ്റർ സൗണ്ടുകൾ ലഭിക്കും. അടുത്ത് ബിൽഡിംഗ് ഓഡിയൻസ് എൻഗേജ്മെന്റ് ആണ്. അതായത് ലിസണേഴ്സുമായിട്ട് വ്യൂവേഴ്സുമായിട്ട് Q&A സെഷനിൽ വെച്ചുകൊണ്ടൊക്കെ നല്ല ഇന്ററാക്ഷൻസ് ഒക്കെ നടത്തുക. കമന്റിന് റെസ്പോണ്ട് ചെയ്യുക. ഇമെയിൽ, സോഷ്യൽ മീഡിയ മെസ്സേജിനൊക്കെ റീപ്ലേസ് കൊടുക്കുക. എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കോണ്ടന്റുകൾ കൊടുക്കുക. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ബിൽഡിംഗ് ഓഡിയൻസ് എൻഗേജ്മെന്റ് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് ആണ് മാനേജിങ് വർക്ക് ലോഡ് ആൻഡ് ബേൺ ഔട്ട് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോണ്ടന്റുകളൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്യുക, ഓട്ടോമേഷൻ ടൂളുകൾ ഉപയോഗിക്കുക, സോഷ്യൽ മീഡിയ പ്രൊമോഷന് വേണ്ടിയിട്ടൊക്കെ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്തെന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവസാനമായിട്ട് ടേക്ക് ബ്രേക്ക് ടു അവോയ്ഡ് ബേൺ ഔട്ട് ഇൻ മെയിൻറ്റെയിൻ ക്രിയേറ്റിവിറ്റി. അതായത് ചെറിയ ചെറിയ ഗ്യാപ്പുകൾ കാര്യങ്ങളൊക്കെ എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 4ാമത്തെ മൊഡ്യൂൾ സെക്കൻഡ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സുകൾ മനസ്സിലായി എന്ന് കരുതുന്നു. ഒരു പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം കണ്ടന്റുകളല്ല, അല്ലെങ്കിൽ സെയിം അല്ല നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതിനേക്കാളും കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. കുറച്ചും കൂടി ഈസി മെത്തേഡിലാണ്. നിങ്ങൾക്ക് എക്സാമിന് കൂടുതലായിട്ട് എഴുതാൻ കഴിയുന്ന രീതിയിൽ, കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ കഴിയുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകളും നോട്ട്സുകളും അവൈലബിൾ ആക്കിയിട്ടുള്ളത്. നിങ്ങൾക്കത് ഉപകാരപ്പെടും എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പ് തന്നെയാണ്. കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സിറ്റി നൽകിയിട്ടുള്ള റെഗുലേഷൻസ് അനുസരിച്ച്, യൂണിവേഴ്സിറ്റിയുടെ മൊഡ്യൂള് സിലബസ് അനുസരിച്ചിട്ടാണ് നമ്മൾ നൽകിയിട്ടുള്ളത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ മനസ്സിലായി എന്ന് കരുതുന്നു. നമ്മളുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നോട്ട്സുകൾ അവൈലബിൾ ആണ്, ഡീറ്റെയിൽ നോട്ട്സുകൾ അവൈലബിൾ ആണ് PDF വഴി. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. സോ ക്ലാസ്സുകൾ മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.